ക്രിസ്മസിന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടാറില്ലേ? ബർത്ത്ഡേസിനും കിട്ടാറുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഓണത്തിന് ഒരു ഗിഫ്റ്റ് ആയാലോ? എജുബോർഡ് നിങ്ങൾക്ക് ഒരു മെഗാ ഗിവ് അവേ ഒരുക്കാണ്. ഇതുവരെ ഒരുപാട് സ്റ്റഡി പ്ലാൻസ് മക്കൾ കാണാറുണ്ട് അല്ലെ? നമ്മൾ ഓരോ എക്സാമിന്റെ മുന്നേയും സ്റ്റഡി പ്ലാൻസ് വെക്കാറുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫൈനൽ ആണ്. അതായത് ഓണം എക്സാമിന് ഇനി നമുക്ക് മുമ്പിൽ ദിവസങ്ങളില്ല. നാവിൻ തുമ്പത്ത് എത്തി നിൽക്കുകയാണ് ഓൺ എക്സാം. അങ്ങനെയെങ്കിലും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ലടാ, നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഇരുന്നിട്ട് ഈ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇതുവരെ ഹൈഡ് ചെയ്തതും അത് പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു വിശ്വാസത്തിന് മേലായിരുന്നു കേട്ടോ. ഇന്ന് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ സ്റ്റഡി പ്ലാൻ കണ്ടുപോകുന്നവരായിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും പഠിക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ള, ഫുൾ മാർക്ക് വാങ്ങണം എന്ന് അത്രയും ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തതും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള, ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ റിവീൽ എന്നുണ്ട് മിസ്സേ. ഇന്ന് തന്നെ, ഇന്ന് 7 മണിക്ക്, കൃത്യം 7 മണിക്കാട്ടോ. അപ്പൊ നമ്മളുടെ പഠിക്കുന്ന നല്ല മക്കൾ മാത്രമേ ഇതിൽ വരുന്ന ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിടാ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. നമ്മളുടെ ഓൺ എക്സാം കളറാക്ക് തന്നെ ചെയ്യൂലേ. അപ്പൊ ഓണം എക്സാമിന്റെ ആ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ആ ഒരു ഗിവ് അവേ ഓപ്ഷൻ എങ്ങനെയാണെന്ന് പറയട്ടെ. അതായത് നമ്മളുടെ ലൈവ് ലിങ്ക്, നമ്മളുടെ സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് നിങ്ങളുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ലൈക്ക് ചെയ്യുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഈ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്യണം? ലിങ്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പൊ മിനിമം നമ്മൾ പറയുന്നത് ഒരു 35 നമ്മളതൊക്കെ എന്തായാലും ഒരു 100 അങ്ങനെ പോവില്ലേ? തള്ളി മറിക്കാല്ലേ, എന്നാലും നമ്മളത് പോവില്ലേ? ഓക്കെ. അപ്പം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെ വെക്കണം. എന്നിട്ട് ഈ 2 സ്ക്രീൻഷോട്ടും എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഗൂഗിൾ ഫോം ഉണ്ടാവും കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക? ഒന്നൊന്ന് അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ബൈ.